ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയിൽ ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയുന്ന പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? കാറിലല്ലേ അവള് വന്നത്? എവിടെ? എന്റെ ശോഭേ, ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. ശോഭ അവിടെ വന്ന ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന്. BJP പ്രവർത്തകയെ ഫോണിൽ വിളിച്ച് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത്. ആലപ്പുഴ നോർത്ത് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാറാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പണം നൽകിയതിന് പിന്നിൽ ബിന്ദുവാണെന്നും ശോഭ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഈ സംഭവങ്ങൾക്ക് ശേഷം, അതായത് ഈ നോട്ട് വിവാദത്തിന് ശേഷമാണ് ശോഭാ സുരേന്ദ്രൻ ബിന്ദുവിനെ ഫോണിൽ വിളിക്കുന്നത്. ബിന്ദുവാണ് ഈ പാലക്കാട് പണം നൽകിയതെന്ന ആരോപണം ഉന്നയിക്കുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു ഫോൺ സംഭാഷണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കോടതി കയറ്റുമെന്ന് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നമാണോ ഇതിന് പിന്നിൽ? ടോമെ, ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വന്ന ഘട്ടത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ശോഭയ്ക്കും ഒപ്പം തന്നെ ബിന്ദുവിനും ഇടയിൽ നിലകൊള്ളുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പണം നൽകിയതടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബിന്ദു ശോഭാ സുരേന്ദ്രനെതിരെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിടുന്നത്. ഇവരെ നേരത്തെ BJP-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഈ ബിന്ദു എന്നാൾ. അവര് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി വന്ന ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി തങ്ങളടക്കമുള്ള സാധാരണ പ്രവർത്തകരെ അവർ ഒതുക്കി തീർത്തു എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി അവരെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രന്റെ നോമിനിയായാണ് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇഷ്ടക്കാരനാണ്. അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിരാഹാര സമരം കിടക്കുന്ന സമയത്ത് അവർക്ക് അതിരാവിലെ പ്രോട്ടീൻ പൗഡർ കലക്കിയതായിരുന്നു രാവിലെ അവർക്ക് സമരവേദിയിൽ എത്തിച്ച് നൽകിയിരുന്നത്. അതിരാവിലെ അത് കഴിച്ചാണ് അവർ അവിടെ നിരാഹാര സമരം എന്ന പേരിൽ കിടന്നതെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നിറഞ്ഞതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ശോഭയുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ആലപ്പുഴയിലെ BJP പ്രവർത്തകരെ പലരെയും ശോഭ കൈകാര്യം ചെയ്തു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ശ്രദ്ധയിൽപ്പെട്ട ശോഭാ സുരേന്ദ്രൻ ഇവരെ ഫോണിൽ വിളിക്കുകയായിരുന്നു. തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങേയറ്റം മോശമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പുറത്ത് വിട്ടേക്കുന്ന ഭാഗങ്ങളല്ല, അതിനപ്പുറത്തേക്ക് ആ ഫോൺ കോളിൻ്റെ പലയിടങ്ങളിലും വളരെ മോശമായ രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. ഒപ്പം ശോഭയുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന പെൺകുട്ടിയടക്കം ചിലരിൽ നിന്ന് മോശമായ പെരുമാറ്റം തെരഞ്ഞെടുപ്പിന് ആലപ്പുഴയിൽ പ്രവർത്തിച്ചിരുന്ന പെൺകുട്ടിയടക്കം മോശമായ ചില അനുഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ആ പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവരുടെ ഒപ്പം നിന്ന കാര്യങ്ങൾ വെച്ചു ആ പെൺകുട്ടികൾക്ക് പോലും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിന് ഉന്നയിച്ചിരുന്നത്. പിന്നാലെ ശോഭ വിളിക്കുന്നു. ശോഭ ഭീഷണിയുടെ സ്വരത്തിലാണ് ഇവരുമായി സംസാരം ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ സംസാരത്തിനിടയിൽ ഇവരെ കൈകാര്യം ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി ശോഭാ സുരേന്ദ്രൻ അവരോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ശബ്ദ സംഭാഷണം ശോഭയുടേതാണെന്ന് അവർ ആരോപിക്കുന്നു. അവർ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾക്കടക്കം ഈ ഓഡിയോ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് ഉച്ചയ്ക്ക് ശേഷം പരാതി നൽകും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുമുള്ളത്, ഈ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ മറ്റൊന്ന്, പാലക്കാടത്തെ പണവിവാദവുമായി ബന്ധപ്പെട്ട്, അതായത് വോട്ടർക്ക് പണം നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണ് എന്നുള്ളൊരു സംശയം ശോഭാ സുരേന്ദ്രന് ഉണ്ട് എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് പാലക്കാട് നീ പണം കൊടുത്ത സ്ത്രീ ആലപ്പുഴയിൽ നിന്ന് ഇവർ അയച്ചതാണ് എന്നുള്ള, ആലപ്പുഴ രജിസ്ട്രേഷൻ കാറിലാണ് അവർ വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ശോഭയെ ബോധപൂർവം അകപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഇതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്.
കോടതി നിയമപരമായി ഇവർക്കെതിരെ നീങ്ങുമെന്നും അതോടൊപ്പം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് പരാതി നൽകുമെന്നും പറയുന്നു. എന്തായാലും വളരെ മോശം സംഭാഷണം, വളരെ BJPയിലെ നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ, അതിലെ പ്രവർത്തകമാരുമായിട്ടുള്ള അനാശാസ്യ ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ഒരാൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ മോശം, പുറത്തുവിടാൻ കഴിയാത്ത രീതിയിലുള്ള സംഭാഷണമായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആ സ്ത്രീയുമായി. അതായത് ശരണ്യ, ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന ആരോപണം ബിന്ദുവിന്റെ മേൽ കെട്ടിവെക്കാനുള്ളൊരു നീക്കമാണോ? കാരണം നമുക്കറിയാം, അത് പണം മാത്രമല്ല നൽകിയത്, സാരി നൽകിയിട്ടുണ്ട്, മറ്റ് കിറ്റ് വിവാദം ഉൾപ്പെടെ BJPക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ എന്തിനാണ് ഈ ശോഭാ സുരേന്ദ്രനെ വ്യക്തിഹത്യ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുക, തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുക? അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി ഈ ആലപ്പുഴയിൽ നിന്നും ബിന്ദുവിന് ഈ പാലക്കാട് എത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? അത്ര ഒരു വ്യക്തിപരമായ വൈരാഗ്യം, വിരോധം തീർക്കാൻ വേണ്ടി എത്തിയതാണ്, ബിന്ദുവോടെ എത്തിയതാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ ഒരു വസ്തുത എന്തായിരിക്കും? അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും? ടോമേ, ഇത് ബിന്ദു എത്തിയെന്നുള്ളതല്ല അവർ പറയുന്നത്. ബിന്ദു മറ്റൊരു സ്ത്രീയെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് ഇവരെ ആരോപിക്കുന്നത്. അതായത് ആലപ്പുഴ രജിസ്ട്രേഷൻ കാറിൽ മറ്റൊരു സ്ത്രീയെ ബിന്ദു ശോഭാ സുരേന്ദ്രനെ കൊടുക്കാനായി പറഞ്ഞയച്ചു എന്നുള്ള രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവര് പറയുന്നത് തന്നെ ബോധപൂർവം ചതിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന ബിന്ദുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അവര് അങ്ങനെയല്ല, അവരുടെ പ്രാദേശികമായി ഒരു പാർട്ടി പ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ്. അവരെ പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ ഇടപെടൽ മൂലമാണെന്ന് അവർ ആരോപിക്കുന്നു. അവരെ പാർട്ടിയുടെ ആ നേതൃസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അതിൻ്റെ ഈ ഉണ്ടായ സംഭവങ്ങളുടെ എല്ലാം പിന്നാലെയാണ് അവര് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പച്ചവെള്ളം ചവച്ചിറക്കുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അത്തരത്തിൽ ശോഭയെ അവർ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന പോസ്റ്റാണ് അവരുടെ ഭാഗത്തു നിന്ന് ഈ പണവിവാദം അടക്കമുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ അവരെ വിളിച്ച് തിരിച്ച് ഈ പാലക്കാട് എത്തിയ സ്ത്രീ ഉൾപ്പെടെ അവരെ ഉൾപ്പെടെ വിട്ടത് ഈ ബിന്ദുവിൻ്റെ ഒരു ആലോചന പ്രകാരമാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണം വരുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നമ്മൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ അത്ര മോശമായാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഒരു വനിതാ പ്രവർത്തക കൂടിയായ മറ്റൊരു സ്ത്രീയോട് ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അതിനോടൊപ്പം അവരുടെ ആർഗ്യുമെന്റ്സ് ജയിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം അസഭ്യകരമായ അനാശാസ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മറ്റു സ്ത്രീയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് സംസാരിക്കുന്നു. അവരങ്ങനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ അപ്പുറത്തെ സൈഡിലുള്ളത് BJPയുടെ പ്രധാനപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ചുമതലയുള്ള നേതാക്കന്മാരുടെ പേരാണ് മറ്റു സ്ത്രീയുമായി കണക്ട് ചെയ്ത് ഇവർ പറയുന്നത് എന്നുള്ളതാണ്. അത്ര നിലവാരം കുറഞ്ഞ സംഭാഷണമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ആണ് ഇത് സംസാരിച്ചത് എന്ന് വ്യക്തമാക്കുന്നത്, ആരോപിക്കുന്നത് ഈ ബിന്ദുവാണ്. ഇനി ഒരുപക്ഷെ ഈ വീഡിയോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇതിനു മുൻപും ശോഭാ സുരേന്ദ്രനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.